നഖം കടിക്കുന്ന ശീലമുണ്ടോ? എങ്കിൽ ചില രോഗങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പലർക്കും ഒഴിവാക്കാൻ കഴിയാത്ത പല ശീലങ്ങളുണ്ടാവാം. പ്രായഭേദമന്യേ മിക്കവരിലും കണ്ടുവരുന്ന ഒരു ദുശീലമാണ് നഖം കടിക്കൽ. വിരസതയും മാനസിക സമ്മർദ്ദവുമാണ് നഖം കടിക്കുന്നതിനു പിന്നിലെ പ്രധാന കാരണം. ആശങ്കയും ഏകാന്തതയും ചിലരെ ഈ ശീലത്തിലേക്ക് തള്ളിവിടുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കാരണമെന്തായാലും നഖംകടി കൊണ്ടുണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ ഏറെയാണ്. അണുബാധ. നഖംകടി കാരണം അണുബാധ ഉണ്ടായേക്കാം. സാൽമോണല്ല, ഈക്കോളി തുടങ്ങിയ ബാക്ടീരിയകളുടെ വാസസ്ഥലമാണ് നഖം. നഖം കടിക്കുമ്പോൾ ഇവ വായ്ക്കുള്ളിലാവുന്നു. ഇത് എളുപ്പത്തിൽ പകർച്ചവ്യാധികളെ ക്ഷണിച്ചുവരുത്തുകയും ചെയ്യും. ദന്തപ്രശ്നങ്ങൾ. പല്ലിന്റെ താഴത്തെയും മുകളിലത്തെയും നിരകൾ തമ്മിലുള്ള അന്തരത്തിന് നഖംകടി കാരണമാകുന്നു. നഖത്തിനു ചുറ്റുമുള്ള അണുബാധ. നഖത്തിനു ചുറ്റുമുണ്ടാകുന്ന അണുബാധയാണ് നഖം കടിക്കുന്നവരിൽ കണ്ടുവരുന്ന മറ്റൊരു രോഗം. നഖം കടിക്കുമ്പോൾ ബാക്ടീരിയ, ഈസ്റ്റ്, മറ്റു സൂക്ഷ്മജീവികൾ എന്നിവ ചെറിയ മുറിവുകളിലൂടെയും പൊട്ടലുകളിലൂടെയും ഉള്ളിൽ കയറുന്നു. ഇത് നഖത്തിനു ചുറ്റും പഴുപ്പ് വരുന്നതിന് കാരണമാകുന്നു. മുറിവുണ്ടാവാൻ സാധ്യത. ഇത്തരം ശീലമുള്ളവർ പല്ലുപയോഗിച്ചായിരിക്കും വളർന്നുവരുന്ന നഖം മുറിക്കുക. ഇതുമൂലം പലപ്പോഴും മുറിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. പനിയും ജലദോഷവും. പനിക്കും ജലദോഷത്തിനുമൊക്കെ കാരണമാകുന്ന രോഗാണുക്കൾ ഉള്ളിൽ പ്രവേശിക്കുന്നത് ഈ ശീലം കാരണമാകും. ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള മാരക രോഗാവസ്ഥയ്ക്കും നഖംകടി കാരണമായേക്കാം.